ഇവിടെ ഒരു ഐക്കാർഡ് വരും. ഐക്കാർഡ് വന്നിരിക്കാൻ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഐപ്പിലേക്ക് നിങ്ങൾ 9ാമത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ എന്നാലേ കഥ മനസ്സിലായുള്ളൂ. പലരും സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തടുത്ത വീഡിയോ വരും. അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് വരും. ആണ്ടി എന്ന് പറഞ്ഞ ഒരാളോടെ ഓക്കെ എടുക്കാൻ അങ്ങനെ തലക്കൊന്ന് കൊടുത്തിട്ട് നീക്കിയെന്ന് പറയുകയും ചെയ്യുന്നത്. അത് നീക്കി ഇവിടെ കുറേ മോൺസ്റ്ററുണ്ട് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഒപ്പം വന്ന മോൺസ്റ്ററല്ല, പുറത്തുനിന്ന് വന്ന എന്ന രീതിക്ക് ടാറ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കാലും 2 കൈയും നല്ല വലിപ്പമുള്ള ഒരു 2 മോൺസ്റ്ററെ കാണിക്കാണ് ടാറ പറയാൻ ചെയ്യുന്നത്. ഈ മോൺസ്റ്ററിനെ പറ്റിയിട്ട് ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നത്. അപ്പോൾ പറയാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് 300 വർഷങ്ങൾക്ക് ശേഷം ഒരു ഷീൽഡ് എന്ന പവർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ മലേൻ്റെ മുകളിൽ ഇവർ രണ്ടാളും അടക്കി വെച്ചിരുന്നു. ആരാ നിങ്ങൾ പുറത്തിറക്കിയെന്ന് ടീമേഴ്സിനോട്, അതായത് ആ വന്നിരിക്കുന്ന വലിയ കാല് വെച്ചുള്ള ആളോട് ചോദിക്കാം. അപ്പോൾ അവർ പറയണേ, ഞങ്ങൾ ഇറക്കിയത് ഒരു വലിയ മോൺസ്റ്ററാണ് അവരോട് പറയുന്നത്. അപ്പോൾ ആ 2 മോൺസ്റ്ററും നമ്മളെ ലെഫ്റ്റും റൈറ്റിനോടും ഈ കാര്യങ്ങളൊക്കെ പറയണേ. പിന്നീട് അവരൊരു ഫൈറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഫൈറ്റ് ചെയ്യാമെന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നീട് അവിടെ സീൻ കട്ടാവാണ്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു മോൺസ്റ്റർ പറയാണ്, ആ നിൽക്കുന്ന ആ കറുത്തിട്ട് ആ ചെറിയ ചെക്കനെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ പറഞ്ഞുകൊണ്ട് അവനൊക്കെ വേണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊന്നും ഉണ്ടെന്നില്ല. അപ്പോൾ ഷീൽഡ് എന്ന പവർ ആരേക്കിലായിരിക്കും എന്ന് നമ്മൾ ഡാറ പറയാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഡാറ പറയണേ പെട്ടെന്ന് തന്നെ ഡീമൻസിനോട് അവർ പോയി അറ്റാക്ക് ചെയ്യുമെന്ന് പറയാൻ ചെയ്യുന്നത്. എങ്ങനെ, നിങ്ങളല്ല എൻ്റെ മാസ്റ്റർ, അത് നിൽക്കണ് അയാളാണ് എൻ്റെ മാസ്റ്റർ, അയാൾ പറഞ്ഞത് അനുസരിക്കുള്ളൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യാൻ വരാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡീമൻസ് വെറുതെ ഇരിക്കുക ഇല്ല, നമ്മൾ ഡീമൻസ് അതിനോട് നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യാൻ നോക്കാൻ ചെയ്യുന്നത്. അങ്ങനെ നല്ല രീതിക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഗണ്ണിട്ട് ഷൂട്ട് ചെയ്ത് അതിൻ്റെ കൈയൊക്കെ തകർക്കാൻ നോക്കുന്നു. അവരുടെ മോന്തക്കിട്ട് കിട്ടിയ ഒരാളോടൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഫൈറ്റ് നടക്കുമ്പോഴാണ് ശരിക്കുള്ള അവരുടെ ടീം ഓഫ് പവറിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ ഫൈറ്റ് നടന്നു സാധാ പാലിക്കുന്ന അവർ പവർ ഇതാക്കാണ്. അപ്പം തന്നെ ഡീമൻസ് ഇനിയാണ് ശരിക്കുള്ള കളി എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ മെയിനെന്തോ ഡബ്ബർ മാലിക്കാണ്. അതായത് ഡബ്ബർമാർക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവരുടെ ബോഡി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡാറ ആണ്ടെത്താണ്. ഡാറ എത്തിയിട്ട് പറയണേ, നിന്നെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്, കാരണം ഞാനാണ് നിൻ്റെ ഗാർഡിയൻ എന്ന് പറയണേ ഡാറ യൂറോട്. അങ്ങനെ യൂറോ പറയണേ, എനിക്ക് അവർ സഹായിക്കണമെന്നുണ്ട് എന്നത് പറയാൻ ചെയ്തത്. ആയിക്കോട്ടെ. അപ്പോൾ അസ്നഗ, പിന്നെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ടനക അസ്നഗ എന്ന് പറയുന്ന ടീമേഴ്സ്. ആ ടീമേഴ്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടീമേഴ്സാണ്. എന്താ നിങ്ങൾ പറഞ്ഞ് ടനക അസ്നഗ, അതെ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ടീമേഴ്സിൻ്റെ പേരാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സോ പിന്നീട് അവിടെ ഫൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. റേറ്റ് വന്നിട്ട് ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ. അപ്പോൾ പറയുകയാണ്, നിങ്ങളിങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ കാക്കിയൂരി ക്ലാൻ്റെ ആളാണ് എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കണം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന അങ്ങനെ അസുമാണ് ഫോളോ ചെയ്യാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അവിടെ. പിന്നെ ഈ ഒരു ഡീമൻസിനും ഒരു മാസ്റ്റർ ഉണ്ടാകും. ആ മാസ്റ്ററിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഒരു ഫൈറ്റ് ഇവിടെ വെച്ച് നിർത്താമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മാസ്റ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ആ മാസ്റ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഫൈറ്റ് നിർത്തണം എന്ന് ചിന്തിച്ചിട്ട് അവർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആ ലേഡി, അതായത് ആ ലേഡി ഓക്കെ പറയാൻ ചെയ്യുന്നത്, അതായത് ഞാനും നിങ്ങളെപ്പുണ്ട് ഈ ഒരാളെ എങ്ങനെയാലും കണ്ടുപിടിക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെയൊക്കെ എന്തൊക്കെ വെപ്പൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യുക, ആ ഒരു ആളെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, ലൈക്ക് അടിക്കുക. എല്ലാവരും ഒന്ന് സബ് കൂടി ചെയ്തേക്കാം. എനിക്കറിയാം ഈ എക്സ്പ്ലനേഷൻ്റെ ഇടയിൽ പറയുന്ന എത്ര ഇതുണ്ടാക്കുമെന്ന്, സോറി. അപ്പോൾ ലൈക്ക് അടിക്കുക. അവർ കഥയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ അവർ
ഒരു ആളെ കണ്ടുപിടിക്കാനായിട്ട് അവിടും ഇവിടെയൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡറ ആണ്ട് പോയതും പെട്ടെന്ന് വന്നിട്ട് ആ കൈയ്യറ്റി ഒന്ന് കൊടുക്കണം. ഡറ പെട്ടെന്ന് മാറിയോണ്ട് ഒരാൾക്കൊന്നും പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നീണ്ട് വരാണ് ആ കൈ ഡബ്ബർ പോലെയാണ്. അതാണ് അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നെയ്പ്പറും ഇതൊക്കെ കണ്ടപ്പോൾ അതിലൊരു നെയ്പ്പർ എടുക്കുകയാണ്. പിന്നെ നമുക്ക് പിന്നെ അവിടെ സീൻ കട്ടായിട്ട് ആ ലേഡീനെ കാണിക്കണം. ആ ലേഡീനെ കാണിക്കുമ്പോൾ ഒരാളെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ അത് കൂടാണ്. അപ്പോൾ ഇവിടെ കുറേ സംഭവം ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡറിൻ്റെ ക്ലാനാണ്. അതായത് ഇവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടുന്നാണ്ട് പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബാരലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഷിൻറാച്ചിൻ ആ ടീം നല്ല രീതിക്ക് മുറുക്കാണ് ചെയ്യുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു ടീമിൻ്റെ കണ്ണാണ്ട് പോകുന്നത്. അതെ, ആ ടീം ഒരു കാര്യം കൂടി പറയാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കാര്യം പോകാൻ പറ്റില്ലാന്ന്. അപ്പോൾ ആ കണ്ണാണ്ട് പോകുന്നു. അത് ചെയ്ത് മറ്റാരുമല്ല, നമ്മൾ സ്വന്തം ഡറയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഡറ മറ്റേ ഒരു കണ്ണും കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഡറ വിട്ടുനിന്ന് നെയ്പ്പറായിട്ട് നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഡറ അടുത്തൻ്റെ കാലിന് നോക്കിയിട്ട് ഒറ്റ കൊടുക്കൽ പൊട്ടികൾ എന്ന് വെച്ചാൽ നല്ല പൊട്ടിക്കൽ. അങ്ങനെ ഡറ ഒരുത്തൻ്റെ കാല് പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കാലും കജ്ജായിട്ട് എടുത്ത് ഒറ്റ കയറാണ് നമ്മളെ ടീമൻസ്. ഓക്കെ, നമ്മൾ ടീമൻസ് എടുത്തെറിയുന്നു. അവർ രണ്ടാളും ഒന്നായി കണ്ട് വലിയൊരു സാധനമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹ്യൂമൻസിനെ തിന്നാൽ അവർക്ക് പവർ കൂടുമെന്ന് മനസ്സിലാക്കി ഒരു കിളവിയെ തിന്നാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ പയ്യുണ്ട്. ആ പയ്യനെ പിടിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു കളവിനെ തിന്നാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് ഒരു യാസ് വന്നു. ഇപ്പോൾ ഈ കളവിയെ ആയിട്ട് പെട്ടെന്ന് തിന്നെന്ന് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോടില്ല. കാരണം ഒരു ആസ് വന്നിട്ട് ഒറ്റ കൈയ്യണ്ട് വെട്ടും. അപ്പോൾ മറ്റാരല്ല ചെയ്ത് നമ്മളെ യൂറോ പറയാണ് എൻ്റെ അടുത്താണ് ഷീൽ എന്ന് പറയുന്ന ലെഫ്റ്റും റൈറ്റിൻ്റെ പവറുള്ള എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡീമൻസ് എന്ത് ചെയ്ത് അപ്പോഴാണ് ഈ ലെഫ്റ്റിനോടും റൈറ്റിനോടും പറയണേ, നിങ്ങളവിടെ നിൽക്ക്, എൻ്റെ അടുത്തൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറയണം എന്ന് പറയണം. അപ്പോൾ നിന്നെ പിടിക്കാൻ ഞങ്ങളിപ്പോൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ട്, അതായത് ആ ഡീമൻസ് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അവനെ പിടിക്കാനായിട്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ടീമെനിക്ക് കണ്ടില്ല, പിന്നെ ഒരു ടീമെനിക്ക് എല്ലാതും കാണാൻ പറ്റും. ഓക്കെ, കാരണം നമ്മൾ മറ്റേ ഡറ എടുത്തിട്ടുണ്ട് നെയ്പ്പറായിട്ട്. അങ്ങനെ അവനെ പിടിക്കാനേ ആവും പെട്ടെന്ന് തെന്നി മാറാണ്. അവനെ പിടിക്കാനേ പറ്റുന്നില്ല അവർക്ക്. അങ്ങനെ നല്ല രീതിക്ക് അവരൊക്കെ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല രീതിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക എന്ന് പറയുകയാണ്. ഡറ നെയ്പ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു, അത് നടക്കുന്നില്ല, ഡറക്ക് പറ്റുന്നില്ല. അപ്പോൾ അവന് നമ്മളെ ഹീറോ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഹീറോ കുറച്ച് സ്ഥലത്ത് നിന്നൊക്കെ ഓടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഹീറോയിനോട് പറയാണ് കുറച്ചാണ്ട് പെട്ടെന്ന് പോയി ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ കല്ലൊക്കെ അടിച്ച് എന്തൊക്കെ അവൻ്റെ മേത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡറ നെയ്പ്പറായിട്ട് വെക്കാൻ നിൽക്കുമ്പോൾ അതായത് അവനെ പിടിച്ചുമ്പോൾ ഒരു തലകുട്ടി കൈ കിട്ടി. അപ്പോൾ ആ തലകുട്ടിയായിട്ട് നമ്മളെ ഹീറോൻ്റെ ഡറൻ്റെ മേത്ത് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡറ അവിടുന്ന് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മരം എടുത്ത് ഒക്കെ അവനെ എറിയുന്നുണ്ട്. പിന്നെ അവന് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുമ്പോൾ അവർ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ നോക്കണം എവിടെ വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടതും പിന്നെ അറ്റാക്ക് ചെയ്ത് പിന്നെ ഒരു മരം എടുത്ത് വലിയൊരു മരം എടുത്ത് ഒറ്റ അതിൽ പിന്നെ സൈഡിൽ വീണ്. ഓക്കെ, അപ്പോൾ അവനോട് പറയാണ് എന്തേ ഇപ്പോൾ പറ്റുന്നില്ല, ഇപ്പോൾ നിന്നെ എനിക്ക് ഇപ്പോൾ തിന്നാമെന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഇപ്പം കയ്യേറ്റ് ഷീൽ എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു സംഭവം ആവണം, അതായത് ഇപ്പം ഷീൽ എന്ന് പവർ അൺലോക്ക് ചെയ്തോ ഇതെങ്ങനെ എന്ന രീതിക്ക് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആ ഡീമൻസിന് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല ഷീൽ എന്ന് പവർ അൺലോക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിനോ റൈറ്റിനോടും പറയണേ ഇപ്പോൾ ഇവരെ കൊന്നേക്കെന്ന്. അപ്പോൾ ലെഫ്റ്റിനും റൈറ്റും ഒരാളെ കണ്ണിയാത്ത ആളെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെള്ളത്തിൽ കിട്ടും. ഒരാളെ നമ്മൾ റൈറ്റ് വന്നിട്ട് ഒരു ഇതിമ ഇങ്ങനെ ചുറ്റി വെച്ച്. അപ്പോൾ മറ്റാൾ വന്നിട്ട് ഇജവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, നീ എവിടെ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് അവിടെ ഒരു കൈ പിടിച്ചേക്കാണ്, അതായത്
അവനെ വിളിക്കാൻ പോയതും അവൻ്റെ കൈ പിടിച്ചിട്ട. അപ്പോൾ 2 ടീമിനും അവിടെ മരണപ്പെട്ട് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഇതേപോലെ പ്രതിമാവാണ് ചെയ്യുന്നത്. പിന്നെ നീ എങ്ങനെ ഇത് അൺലോക്ക് ചെയ്തതെന്ന് ചോദിക്കണേ. അതായത് ആശ ചെയ്യുന്നമാർക്ക് കണ്ടാണ് എന്ന് പറയണം കൈയേറ്റ്. അങ്ങനെ അവർ പവർ വെച്ചിട്ട് ചെയ്താണ് എന്ന് പറയാണ്. ആശ ചെയ്യുന്നമാർക്ക് വെറുതെ കൈയേറ്റ് ചെയ്തതെന്ന് പറയാണ്. പിന്നെ അവിടെ ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു സംഭവം പാറി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ റൈറ്റ് ലെഫ്റ്റ് വന്നിട്ട് ആ ബട്ടർഫ്ലൈനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഗുമുറി ക്ലാനിൻ്റെ ഡീമെന്ന് ആ ഒരു കളവി പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആസ്മയുടെ ഡീമൻ ആണെന്ന് പറയുകയും ചെയ്യുന്നത്. ആ ബട്ടർഫ്ലൈയോടെ പൊടിഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് പോകുന്ന കളിച്ചുകൊണ്ട് എപ്പിസോഡ് ഉണ്ടാവുന്നത്. അപ്പോൾ സീസൺ 1 10ാമത്തെ എപ്പിസോഡ് ഉണ്ടായി. 11ാമത്തെ എപ്പിസോഡായിട്ട് പെട്ടെന്ന് വരാം. ഐപിഎത്തിലേക്ക് പത്രം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ചെറുതായിട്ട് പനി പിടിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ സൗണ്ടിന് ചെറിയ കുഴപ്പമുണ്ടാവുന്നുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു ഡീമൺസ് ഷാഡറിങ് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്തുള്ളൂ. എന്നിട്ടാണ് വേറൊരു ആനിമലോട്ട് കിടക്കൽ. അപ്പോൾ അത്ര കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.